സംസ്ഥാനത്തെ ലക്ഷക്കണക്കിന് റേഷൻ കാർഡ് ഗുണഭോക്താക്കൾ ഓരോ മാസവും ലഭിക്കുന്ന ഭക്ഷ്യധാന്യ വിതരണത്തിനായി കാത്തിരിക്കുന്ന സാഹചര്യത്തിൽ ജൂൺ മാസത്തെ വിഹിത വിതരണം സംബന്ധിച്ച പുതിയ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ്. മെയ് മാസത്തെ വിതരണം അവസാനിക്കുന്നതോടെയാണ് ജൂൺ മാസത്തെ പുതുക്കിയ റേഷൻ വിഹിതവും വിതരണ ക്രമീകരണങ്ങളും പ്രഖ്യാപിക്കപ്പെട്ടത്. റേഷൻ കടകൾ വഴിയുള്ള വിതരണം സാധാരണ രീതിയിൽ തുടരുന്നതിനൊപ്പം ഓരോ കാർഡിനും അനുവദിച്ചിട്ടുള്ള സാധനങ്ങളുടെ അളവ് മുൻകൂട്ടി ഓൺലൈനായി പരിശോധിക്കാനുള്ള സൗകര്യവും പൊതുജനങ്ങൾക്ക് ലഭ്യമാണ്. സംസ്ഥാനത്തെ മഞ്ഞ, പിങ്ക്, നീല, വെള്ള കാർഡ് ഉടമകൾക്ക് അവരുടെ ഭാഗം അനുസരിച്ച് വ്യത്യസ്ത അളവുകളിലാണ് ഭക്ഷ്യധാന്യം ലഭിക്കുന്നത്. ദേശീയ ഭക്ഷ്യ സുരക്ഷാ നിയമത്തിന്റെ ഭാഗമായി അർഹരായ കുടുംബങ്ങൾക്ക് സബ്സിഡി നിരക്കിൽ അരി, ഗോതമ്പ് തുടങ്ങിയ അവശ്യധാന്യങ്ങൾ വിതരണം ചെയ്യുന്നു. കേന്ദ്ര സർക്കാർ അനുവദിക്കുന്ന വിഹിതത്തിന്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാനതല വിതരണം ക്രമീകരിക്കുന്നത്. ഭക്ഷ്യധാന്യ ശേഖരങ്ങളിൽ ആവശ്യത്തിന് സ്റ്റോക്ക് ലഭ്യമായതിനാൽ റേഷൻ വിതരണം തടസ്സമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ലക്ഷ്യമിടുന്നതെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ജൂൺ മാസത്തെ റേഷൻ വിതരണവുമായി ബന്ധപ്പെട്ട പ്രധാന പ്രത്യേകതകളിൽ ഒന്നാണ് ഗുണഭോക്താക്കൾക്ക് വിതരണം ആരംഭിക്കുന്നതിന് മുമ്പ് ഓൺലൈനായി വിഹിതം പരിശോധിക്കാനാകുന്നത്. ഇ-പോസ് പോർട്ടൽ വഴി ഓരോ കാർഡിനും അനുവദിച്ചിട്ടുള്ള അരി, ഗോതമ്പ്, മറ്റ് സാധനങ്ങൾ എന്നിവയുടെ കൃത്യമായ അളവ് പരിശോധിക്കാൻ സാധിക്കും. ഇതിലൂടെ വിതരണത്തിലെ ആശങ്കക്കുഴപ്പങ്ങൾ കുറയ്ക്കുകയും ഗുണഭോക്താക്കൾക്ക് കൂടുതൽ സുതാര്യത ഉറപ്പാക്കുകയും ചെയ്യുകയാണ് ലക്ഷ്യം. അറിയിപ്പനുസരിച്ച് മെയ് മാസ റേഷൻ വിതരണം മെയ് 30 അവസാനിച്ചു. മെയ് 31 ഞായർ പ്രമാണിച്ചും ജൂൺ 1 തിങ്കളാഴ്ച ആദ്യ പ്രവർത്തനത്തിൽ ഇ-പോസ് സംവിധാനത്തിൽ ഈ മാസത്തെ റേഷൻ വിഹിതങ്ങൾ സെറ്റ് ചെയ്യേണ്ടതിനാലും സംസ്ഥാനത്ത് റേഷൻ കടകൾക്ക് അവധിയായിരിക്കും. അതിനാൽ ജൂൺ 2 ചൊവ്വാഴ്ച മുതലാണ് സംസ്ഥാനത്ത് ജൂൺ മാസത്തെ റേഷൻ വിതരണം ആരംഭിക്കുക. ഇനി ഓരോ ഭാഗം റേഷൻ കാർഡിനും ജൂൺ മാസത്തിൽ ലഭിക്കുന്ന റേഷൻ വിഹിതങ്ങൾ എന്തൊക്കെയെന്ന് പരിശോധിക്കാം. ആദ്യമായി അന്ത്യോദയ അന്നയോജന AAY മഞ്ഞ റേഷൻ കാർഡിന് 30 കിലോ അരിയും 2 കിലോ ഗോതമ്പ് സൗജന്യമായി 3 പാക്കറ്റ് ആട്ട 7 രൂപ നിരക്കിലും ലഭിക്കും. മുമ്പ് ലഭിച്ചിരുന്ന 1 കിലോ പഞ്ചസാര ജൂൺ മാസത്തിൽ മഞ്ഞ റേഷൻ കാർഡിന് ഇല്ല. അടുത്തതായി മുൻഗണന ഭാഗം PHH പിങ്ക് റേഷൻ കാർഡിന് കാർഡിൽ ഓരോ അംഗത്തിനും 4 കിലോ അരിയും 1 കിലോ ഗോതമ്പ് സൗജന്യമായി ലഭിക്കും. അതിൽ കാർഡിന് അനുവദിച്ചിട്ടുള്ള ആകെ ഗോതമ്പിന്റെ അളവിൽ നിന്നും 4 കിലോ കുറച്ചതിന് പകരം 4 പാക്കറ്റ് ആട്ട 9 രൂപ നിരക്കിൽ ലഭിക്കുന്നതാണ്. അടുത്തതായി പൊതുഭാഗം NPS നീല റേഷൻ കാർഡിന് കാർഡിൽ ഓരോ അംഗത്തിനും 2 കിലോ അരി വീതം കിലോയ്ക്ക് 4 രൂപ നിരക്കിൽ ലഭിക്കും. കൂടാതെ അതാത് താലൂക്കിലെ സ്റ്റോക്കിനനുസരിച്ച് കാർഡിന് 4 കിലോ ആട്ട വരെ കിലോയ്ക്ക് 17 രൂപ നിരക്കിൽ ലഭിക്കും. നീല റേഷൻ കാർഡിന് ഈ മാസം സ്പെഷ്യൽ അരി ഒന്നുമില്ല. അടുത്തതായി പൊതുഭാഗം NPNS വെള്ള റേഷൻ കാർഡിന് 4 കിലോ അരി 10 രൂപ 90 പൈസ നിരക്കിൽ ലഭിക്കും. അതാത് താലൂക്കിലെ സ്റ്റോക്കിനനുസരിച്ച് വെള്ള റേഷൻ കാർഡിന് 4 കിലോ വരെ ആട്ട കിലോയ്ക്ക് 17 രൂപ നിരക്കിൽ ലഭിക്കും. വെള്ള റേഷൻ കാർഡിന് സ്പെഷ്യൽ അരി വിഹിതം ഇല്ല എന്ന് മാത്രമല്ല റേഷൻ അരി വിഹിതം തന്നെ വളരെ കുറവാണ്. പുതുതായി അധികാരമേറ്റ UDF സർക്കാരിന്റെ കീഴിലെ ആദ്യ റേഷൻ വിതരണമാണിത്. അനൂപ് ജേക്കബ് ആണ് പുതിയ ഭക്ഷ്യവകുപ്പ് മന്ത്രി. വരും മാസങ്ങളിൽ കൂടുതൽ റേഷൻ വിഹിതങ്ങൾ ലഭ്യമാകുമെന്ന് കരുതാം. ഏപ്രിൽ, മെയ്, ജൂൺ ക്വാർട്ടറിലെ മണ്ണെണ്ണ ഇതുവരെ വാങ്ങാത്തവർക്ക് ജൂൺ മാസത്തിൽ അവ വാങ്ങാവുന്നതാണ്. മഞ്ഞ റേഷൻ കാർഡിന് 1 ലിറ്ററും പിങ്ക് വെള്ള റേഷൻ കാർഡുകൾക്ക് 1/2 ലിറ്റർ മണ്ണെണ്ണയുമാണ് ലഭിക്കുക. ജൂൺ മാസത്തിൽ ഇത്രയൊക്കെയാണ് ഓരോ ഭാഗം റേഷൻ കാർഡിന് ലഭിക്കുന്നത്. അടുത്തത് റേഷൻ വിതരണ രംഗത്തെ ഡിജിറ്റൽ സംവിധാനങ്ങൾ കൂടുതൽ ശക്തമാകുന്നതിനുള്ള നടപടികളും തുടരുകയാണ്. ആധാർ ബന്ധിപ്പിച്ച ബയോമെട്രിക് പരിശോധന, ഇ-പോസ് മെഷീനുകൾ, ഓൺലൈൻ സ്റ്റോക്ക് നിരീക്ഷണം തുടങ്ങിയ സംവിധാനങ്ങൾ നിലവിൽ വ്യാപകമായി ഉപയോഗിക്കുന്നുണ്ട്. എന്നിരുന്നാലും ചില സ്ഥലങ്ങളിൽ സാങ്കേതിക പ്രശ്നങ്ങൾ, ഫിംഗർ പ്രിന്റ് തിരിച്ചറിയൽ ബുദ്ധിമുട്ടുകൾ, നെറ്റ്വർക്ക് തടസ്സങ്ങൾ തുടങ്ങിയ പരാതികൾ ഉയരാറുണ്ട്. ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ബന്ധപ്പെട്ട വകുപ്പുകൾ നിരന്തരമായി ഇടപെടുന്നുണ്ടെന്നാണ് വിലയിരുത്തൽ. സംസ്ഥാനത്ത് റേഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് മറ്റൊരു പ്രധാന വിഷയം റേഷൻ കാർഡ് വിഭാഗീകരണമാണ്. പിങ്ക് കാർഡിലേക്ക് കൂടുതൽ കുടുംബങ്ങളെ ഉൾപ്പെടുത്താനുള്ള നടപടികൾ മുമ്പ് ആരംഭിച്ചിട്ടുണ്ടെന്ന് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. അർഹരായ കുടുംബങ്ങൾക്ക് മുൻഗണന ഭാഗത്തിലേക്ക് മാറുന്നതിലൂടെ അധിക ആനുകൂല്യങ്ങൾ ലഭിക്കാം. റേഷൻ കാർഡ് വിവരങ്ങളിൽ പിഴവുകളുള്ളവർ സമയബന്ധിതമായി തിരുത്തലുകൾ നടത്തേണ്ടതും പ്രധാനമാണ്. കേരളത്തിലെ പൊതുവിതരണ സംവിധാനം രാജ്യത്ത് ഏറ്റവും വ്യാപകമായി പ്രവർത്തിക്കുന്ന ക്ഷേമ സംവിധാനങ്ങളിൽ ഒന്നാണ്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങൾക്ക് ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിൽ റേഷൻ വിതരണം നിർണായക പങ്ക് വഹിക്കുന്നു. കേന്ദ്ര സർക്കാർ അനുവദിക്കുന്ന അരി, ഗോതമ്പ്, മറ്റ് ഭക്ഷ്യധാന്യങ്ങൾ എന്നിവയുടെ സംസ്ഥാനതല വിതരണം സിവിൽ സപ്ലൈസ് വകുപ്പിന്റെ മേൽനോട്ടത്തിലാണ് നടക്കുന്നത്. കേന്ദ്ര ശേഖരങ്ങളിൽ മതിയായ സ്റ്റോക്ക് നിലനിൽക്കുന്നതിനാൽ വിതരണം തുടർച്ചയായി നടത്താനുള്ള സാഹചര്യം നിലവിലുണ്ടെന്നാണ് വിവിധ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. റേഷൻ കടകൾ വഴിയുള്ള സേവനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനായി റേഷൻ ഡീലർമാർക്കുള്ള വേതന പാക്കേജിലും സർക്കാർ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. വിതരണ സംവിധാനത്തിന്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാനും റേഷൻ കടകളുടെ പ്രവർത്തനം കൂടുതൽ സുഗമമാക്കുവാനുമാണ് ഈ നടപടികൾ ലക്ഷ്യമിടുന്നത്. ജൂൺ മാസത്തെ റേഷൻ വാങ്ങാൻ പോകുന്ന ഗുണഭോക്താക്കൾ റേഷൻ കാർഡ്, ആധാർ വിവരങ്ങൾ, ആവശ്യമായ തിരിച്ചറിയൽ രേഖകൾ എന്നിവ കൃത്യമായി നിലനിർത്തേണ്ടതാണ്.
വിതരണം സംബന്ധിച്ച കൃത്യമായ വിവരങ്ങൾ റേഷൻ കടകളിൽ നിന്ന്, ഔദ്യോഗിക സിവിൽ സപ്ലൈസ് അറിയിപ്പുകളിൽ നിന്നും ഇ-പോസ് പോർട്ടലിൽ നിന്നും പരിശോധിക്കാവുന്നതാണ്. റേഷൻ വിതരണം സംബന്ധിച്ച പുതിയ അറിയിപ്പുകൾ, അധിക വിഹിതങ്ങൾ, വിതരണ തീയതികൾ, പ്രത്യേക സർക്കാർ പ്രഖ്യാപനങ്ങൾ എന്നിവ സംബന്ധിച്ച വിവരങ്ങൾ ഔദ്യോഗിക സ്രോതസ്സുകളിൽ നിന്നും മാത്രം പരിശോധിക്കുന്നത് കൂടുതൽ വിശ്വസ്തത ഉറപ്പാകും. വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്തിട്ടുള്ളത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപയോഗപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഉപകാരപ്രദമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. ഇതുപോലുള്ള അപ്ഡേറ്റ്സ് ദിനംപ്രതി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. കൂടാതെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് കൊടുക്കുക, അവർക്ക് ഉപകാരപ്പെടും. നെക്സ്റ്റ് ഒരു അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും പുതിയൊരു വീഡിയോ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.